ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد. സത്യ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ നിഅമത്തോടു കൂടിയും തൗഫീഖോടു കൂടിയും സൂറത്തുൽ ഫാത്തിഹ ഞങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കി. ഇനി ഞങ്ങൾ മനസ്സിലാക്കാൻ പോകേണ്ടത് അമ്മ ജുസുൽ നിന്നൈതിക്ക്. അമ്മ ജുസുൽ ലാസ്റ്റ് ഖുർആന്റെ 30ാമത്തെ ജുസു സൂറത്ത് നബഅ പഠിച്ചിട്ട് സൂറത്ത് നാസ് തോലുള്ള സൂറത്ത് ചെറിയ ചെറിയ സൂറത്തുള്ള ബണ്ട് അതിൽ സൂറത്ത് നബഅ ഇങ്ങനെ തുടങ്ങുന്നത് കറക്റ്റ് ഒരു വാട്ടർ പോലെ പോണ്ട് പൂർത്തിയാവും. അപ്പൊ അതുകൊണ്ട് ചെറിയ സൂറത്തിൽ നിന്ന് ലാസ്റ്റ് സൂറത്തിൽ നിന്ന് തുടങ്ങുക ഉദ്ദേശിക്കുക. ലാസ്റ്റ് സൂറത്ത് ഇങ്ങനെ ചെറിയ ചെറിയ സൂറത്ത് അത് ഓതരങ്കും പഠിക്കരങ്കും ബൈഹാട്ടാക്കും എല്ലാവർക്കും ഈസി ആവും. കാരണം ഓരോ ആയത്തിലെ ചിലപ്പോ 2 3 സൂറത്തുൽ ഫാത്തിഹയെ വിശദീകരിച്ചത്ര ഡീപ്പായിട്ട് ഇല്ല. അയങ്ങും ആവറത്തര നമുക്ക് ഇൻഷാ അല്ലാഹ്. അപ്പൊ ആറുകളുള്ള ചെറിയ ചെറിയ സൂറത്ത് ബൈഹാട്ടില്ല, അങ്ങ ചന്തത്തില് ബൈഹാട്ടാക്കൂല ടൈം ആയിട്ട്. കാരണം 4 ആയത്ത് 2 ആയത്ത് ചിലപ്പോ ചെറിയ ചെറിയ ആയത്ത് അത് ഒരു നാളിൽ ഔത്ത് പോയിട്ട് അല്ലെങ്കിൽ ഇടിനാൾ ഒരു 10-30 വട്ട അതിനെങ്ങനെ വെച്ചൊന്നു ഇന്നെന്തായെങ്കിൽ പിന്നെ ബൈഹാട്ടായി തോറായത്ത് ഔത്ത് പോയിട്ട് വിസ്മയം കൂട്ടിയിട്ട് അഊദു ബിറബ്ബിന്നാസ് ഖുൽ അഊദു ബിറബ്ബിന്നാസ് ഇങ്ങനെ ഓതുമ്പോൾ 10 വട്ട 15 വട്ട 20 വട്ട ഓതുമ്പോൾ അതായത്ത് ബൈഹാട്ടായി. പിന്നെ വ്യത്യാണ്ട് ജണ്ട് അങ്ങനെ ജണ്ട് ഒട്ടിക. അതേപോലെ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഇങ്ങനെ ഓതി ഒരുനാൾ ഇടിനാൾ പോകുമ്പോ ബർമത്തും കണ്ടോട് ഈ ഗാഡിൽ പോകുമ്പോഴെല്ലാം ചന്തത്തിൽ ഓതി വയ്ക്കാം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വ്യത്യാണ്ട് ജണ്ടായ തൊട്ടി ഓതി ഇങ്ങനെ ഓതി ആയത്ര ചുമ്മ ചെറിയ സൂറത്ത് 10 15 തോലുള്ള ചെറിയ ചെറിയ സൂറത്ത് ഹിഫ്ളാവും. അതിൽ പിന്നെ ഉള്ളതും അതേപോലെ ബൈഹാട്ടാവും. അപ്പൊ അങ്ങനെ ബൈഹാട്ടാക്കി പിന്നെ ഉസ്താദ് കേക്ക് പാട്ടത് എത്തിക്കൽ നല്ല ഉത്തമമായിട്ട് എന്നങ്ങ് തുടങ്ങാൻ പോണ്ടത് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് സൂറത്ത് എത്തിക്കൽ. അതിരെ വിശദീകരിക്കലേക്ക് വന്നോളൂ. ഖുർആനിൽ നിങ്ങൾക്ക് 4 സൂറത്ത് കാണാം. അതിൽ ഖുൽ ചൊന്തുള്ള പദത്തോടെ എത്തിക്കൽ തുടങ്ങരുത്. അതിലൊന്ന് എത്തിക്കൽ സൂറത്തുൽ ജിൻ, അത് അങ്ങനെ എത്തിക്കൽ തുടങ്ങരുത്. അതേപോലെ കാഫിറൂൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഖുൽ വല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇങ്ങനെ 5 സൂറത്ത് കാണുന്നു. ഖുൽ തുടങ്ങും. അതിന്റെ വിഷയത്തിൽ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് ക്ലാസ്സിൽ വിശദീകരിക്കും. പിന്നെ നമുക്ക് മനസ്സിലാക്കുന്നത് അവസാനത്തെ 2 സൂറത്തുകളുടെ ഒരു പേര് മുഅവ്വിദതാൻ. സൂറത്തുൽ നാസും സൂറത്തുൽ ഫലഖ് ഒരു പ്രത്യേക പേര് അറിയപ്പെടും. എന്ത് അങ്ങനെ ചൊല്ലുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കാം. മുഅവ്വിദതാൻ ചൊല്ലി 2 സൂറത്തിന്റെ മഹത്വം, ഈ 2 സൂറത്തിന്റെ വിഷയം പലതറിയുകൊണ്ട് അതിൽ ഒന്ന് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അയലെ ഖുർആൻ അയലിട്ടതായ മുസ്ഹഫ് ഒരു സ്വഹാബിമാരെ കയ്യിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു വെച്ചതായ അങ്ങ് ക്രോഡീകരിച്ചതായ മുസ്ഹഫ്. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തിലെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എല്ലാവരും അങ്ങ് എൽത്തിയത് എല്ലാം ചുമ്മയെല്ലാം ക്യാൻസൽ ആക്കിയത് ഏത് ഹഫ്സാർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിന്ന് പൂർണ്ണമായിട്ട് കിട്ടിയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നതായത് അതിരെ കംപ്ലീറ്റ് ആയിട്ട് എല്ലാവർക്കും സ്പ്രെഡ് ആക്കിയതും അത് നിങ്ങളുടെ കയ്യിലുള്ളത്. അപ്പൊ ബാക്കി ഖുർആനിൽ എക്സ്ട്രാ ഖുർആൻ അതിന് ബദൽക്ക് ചില സ്വഹാബിമാർ വിചാരിച്ച രൂപത്തിൽ ചില സൂറത്തിൽ ഒട്ടിയാക്കിയതാണ്. ഉദാഹരണത്തിന് സൂറത്ത് തൗബം സൂറത്തുൽ അൻഫാൽ. ഇത് സൂറത്ത് തൗബയിൽ ബിസ്മില്ലാത്ത കൊണ്ട് ഒരു സ്വഹാബി എന്താക്കി അത് 2 ഒരേ സൂറത്തിൽ ഒന്നിരിച്ചിട്ട് ഒട്ടിയാക്കി. അപ്പൊ ആൾമാർക്ക് എന്ത് കാണുന്നു 113 സൂറത്തുല്ലേ എന്താവും 113 114 ഉണ്ട് ഒട്ടിക്കാക്കിക്കൊണ്ട് അങ്ങനെ. അവ ചില ജാഗ്രത എക്സ്ട്രാ ഇന്നത് കാണാം ജണ്ട്. അതായത് മൻസൂഖായ 2 സൂറത്തിൽ മൻസൂഖ് ചെന്നെങ്കിൽ ദുർബലപ്പെടുത്തിയത് ഇനി അത് ഓതുകയില്ല, ഖിറാഅത്തില്ല. അപ്പൊ അത് ആ സ്വഹാബി എന്താക്കിയത് ആ സൂറത്തിലെ ഫസ്റ്റ് പേജിൽ എഴുതി വെച്ചിട്ട്, കാരണം ഇത് ഇന്ത് ചൊന്തു അരിപ്പാട്ടോ മൻസൂഖായി. അപ്പൊ കണ്ടെങ്കിൽ വിചാരിച്ചെന്തേ പുണാർ സൂറത്തും അതായത് ഈ നിരീശ്വരവാദിമാരല്ല ചൊല്ലി അങ്ങനെ ഒരു കാലത്ത് ഖുർആനിൽ പുണാർ സൂറത്ത് പ്രൂഫ് എടുത്താണ്ടാർ
മാം സുയത്തിരെ അൽ ഇത്ഖാൻ ചൊല്ലി ഉസൂൽ തഫ്സീർ വിശദീകരിക്കുന്ന കിതാബുകളെല്ലാം കാണാം. അപ്പൊ അതിലെടുത്ത് ചൊല്ലാം, അതെല്ലാം ചൊല്ലാറ് 12 രണ്ട് സൂറത്ത് ഇല്ല. അതായത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്கிறாங்க. ചിലങ്ങ് ചൊല്ലത് 13. അപ്പൊ ഇതേ തിക്ര വിഷയം 13 ചൊന്നങ്ങനെ ഉദ്ദേശിച്ചത് സൂറത്ത് അൻഫാലും തൗബ ഒട്ടികാക്കിയെന്ന് സ്വഹാബി അങ്ങനെ ഇത് പ്രകാരം 113 സത്യത്തിൽ 113 രണ്ട് എക്സ്ട്രാ വന്നത് ഏത് മൻസൂഖായ ദുർബലപ്പെടുത്തിയ രണ്ട് സൂറത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുർബലപ്പെടുത്തി. അപ്പൊ ആ രണ്ട് സൂറത്ത് എക്സ്ട്രാ ആഡ് ചെയ്ത് കൊണ്ടത് പോണാറുണ്ട്. പിന്നെ 12 ചൊല്ലുകളിലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അയലെ മുസ്ഹഫുൽ അയല് 112 സൂറത്ത് ഇത്തിക്രിട്ടത് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖും ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഇതിരെ ജണ്ടരെ അയല് സൂറത്ത് ഇത് കണക്കാക്കിയിട്ടാണ് അധികാലത്ത് ഇവരടുത്ത സ്വാമിമാരെ വിരുദ്ധമായിട്ട് പോയിട്ടല്ല. ഇജ്മാ മൂന്നാമത്തെ സംഭവം, അതായത് ഇജ്മാ ചെന്നെങ്കിൽ സ്വാമിമാരെല്ലാം ഒരഭിപ്രായത്തില ഉസ്മാൻ റളിയല്ലാഹു കാലത്ത് അങ്ങനെ ഇപ്പൊ ഓർഡറിലുണ്ടാ ഏത് ആയത്തി എങ്ങനെ ഡോട്ട് ഏതെല്ലാം ഈ ഒരു രൂപത്തിക്ക് കറക്റ്റ് ആയിട്ടില്ലേ ഈ ഓർഡർ, അതായത് സൂറത്തുൽ അൻഫാലും പിന്നെ സൂറത്ത് തൗബം വേറെ വേറെ സൂറത്താക്കിത്തും എല്ലാം ഓർഡറിൽ കറക്റ്റ് ഉസ്മാൻ റളിയല്ലാഹു കാലത്ത് ആ ഉസ്മാൻ റളിയല്ലാഹു കാലത്തിൽ ഇജ്മാ നടന്നത്. ഉസ്മാൻ റളിയല്ലാഹു ആ ഒരു അഭിപ്രായത്തിൽ എല്ലാ സ്വഹാബിമാരും എന്തായാലും ഉമ്മത്ത് അഭിപ്രായത്തിലായ എതിർപ്പില്ല, ഖിലാഫ് വന്നില്ല. അപ്പൊ ആ സംഭവിക്കുന്നേക്ക് മൂന്നാമത്തെ സംഭവിക്കും ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രണ്ട് സൂറത്ത് ആഡാക്കാതിക്കോ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയരൊട്ടിಗೆ ചൊന്തു ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, നീ ചൊല്ലു അഊദു ബിറബ്ബിൽ ഫലഖ്. അതേപോലെ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ നീ ചൊല്ലു അഊദു ബിറബ്ബിൻ നാസ്. അപ്പൊ ഇയൽ വിചാരിച്ചെന്തരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇയൽക്ക് ദുആ പഠിപ്പാട്ടിദൈത്തിണ്ട് ഖുറാന്റെ ഭാഗമല്ല അയാൾ വിചാരിച്ചിട്ട് അങ്ങനെ നിർച്ചിരുന്ന അതെല്ലാം ഖുറാനിൽ നിന്ന് എടുത്ത് വലിച്ചെറിഞ്ഞതല്ല. അത് അതേ സ്വഹാബി പിന്നെ ഉസ്മാൻ റളിയല്ലാഹു കാലത്ത് ഇജ്മാ പിന്നെ ആർക്കും സംശയം പിന്നെ എല്ലാരും സൂറത്തുൽ ഫാത്തിഹ ഒന്നാമത്തെ സൂറത്ത് ഇത്തും ഖുർആനില് ഏത് കിതാബി അവതീർണായതല്ല, അവതീർണായത് ഒന്നാമത്തെ സൂറത്ത് ഏത് സൂറത്തുൽ അലഖ് ഇഖ്റ ബിസ്മി റബ്ബിക്കൽ ലദീ ഖലഖ് ചൊല്ലില്ലേ ആ സൂറത്ത്. അപ്പൊ ഈ ഓർഡർ സൂറത്തുൽ ഫാത്തിഹ സൂറത്തുൽ നാസ് അങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിഷയത്തില് അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. അതെല്ലാം സ്വഹാബി ഖുർആൻ ആയത്തിലെ രണ്ട് സൂറത്തിൽ വെച്ച് വിചാരിക്കണം നിരീശ്വരവാദിമാർ ചൊല്ലുവാർ. കാരണം ഞങ്ങളെ പ്രോബ്ലം ഇന്നത്തെ കാലത്തിൽ പ്രത്യേകമായ ഒരു നസിഹത്ത് കിട്ടിയതും കണ്ടതെല്ലാം കേൾക്കുമ്പോൾ ഞങ്ങളെല്ലാരും പ്രോബ്ലം അത് വലിയൊരു ഫിത്ന ശൈത്താനിയത്തെ ആര് എന്ത് കണ്ടെങ്കിൽ എന്ത് വീഡിയോ കാണേ എന്ത് വീഡിയോ കേക്കറേ എന്തും കേക്കറേ അങ്ങനെ ആക്കണം. ഞങ്ങളെ തലരെ സൂക്ഷിക്കും. അതായത് പ്രത്യേകമായി ഇത് മനസ്സിലാക്കും. ഞങ്ങ ഒരു പല വിഷയം ആക്ര ഈ ആക്രത് യാർത്തയാറെന്ന് കേട്ട് കേട്ട് തയ്ക്കറേ സാധാ ആൾമാർക്ക് അതുവാ കൺഫ്യൂഷൻ അവരെ പോലെ ആവും. അതുകൊണ്ട് പ്രത്യേകമായിട്ട് മനസ്സിലാക്കും. എല്ലാ സാമാന യൂട്യൂബിൽ ആറ് കടത്തി കേൾക്കണ്ട. വാട്സപ്പ് എന്റെ മൊബൈലിലുള്ള വാട്സപ്പിൽ ഓട്ടോമാറ്റിക് ഡൗൺലോഡ് ഓപ്ഷൻ ഫസ്റ്റ് ഡിലീറ്റ് ആക്കില്ല, അതിന് ക്യാൻസൽ ആക്കി എല്ലാ ഗ്രൂപ്പിൽ വന്നത് ഫസ്റ്റ് ആക്കണ ഈ ഗ്രൂപ്പിൽ നിന്നെല്ലാം ഭർത്തു അനാവശ്യമായിട്ട് ഒരാവശ്യം എല്ലാ വസ്തു നിങ്ങൾ കേൾക്കണം. കാരണം നിങ്ങൾ ഇൽമു ചൊല്ലുന്നത് മനസ്സിലാക്കൂ, കേട്ട് കേട്ട് പഠിച്ചതേ നിങ്ങൾ ഇങ്ങനെ കണ്ടെത്തി ഇങ്ങനെ ഇന്ന് കിതാബുൽ ഇബ്നു കസീർ തഫ്സീറിൽ ഇങ്ങനെ പഠിപ്പാട്ടിര് ഇന്നാമത്തെ പേജില് ഇങ്ങനെ പഠിച്ചതല്ലല്ലോ, കേട്ട് കേട്ട് പഠിച്ചതല്ലേ. അപ്പൊ കേട്ട് കേട്ട് പഠിച്ചത് നോക്കുമ്പോ എല്ലാ കേൾക്കുമ്പോ എല്ലാ വസ്തു കേൾക്കുമ്പോഴത്തേക്ക് ചിലപ്പോ നിങ്ങൾ ആക്ര സന്ദർഭത്തിൽ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഇതിന് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പാട്ടിയത് നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സലഫിയത്ത് ചൊല്ലുല്ലേ. സലഫി ചൊന്നെങ്കിൽ സഹാബിമാർ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കൂല തൗഫീഖ് അല്ലാഹു തന്ന അത് മനസ്സിലാക്കി. ഫസ്റ്റ് ഞങ്ങൾ എന്തിനെ ചൊന്നു നിലപാട് മനസ്സിലാക്കണ്ടേ. സലഫി ചൊന്നെങ്കിൽ സലഫിറങ്ങളെ ആ മാർഗത്തിൽ നിൽക്കുക തൗഫീഖ് അല്ലാഹു നിങ്ങൾക്ക് തന്ന ഏത് മാർഗ സ്വഹാബിമാർ താബൈമാർ അത്ബ താബൈമാർ ഇങ്ങനെ റൂട്ടിൽ നിൽക്കുക തൗഫീഖ് അല്ലാഹു നിങ്ങൾക്ക് തന്ന. അതുകൊണ്ട് ഇതിക്ക് സലഫി ചൊല്ലുന്ന ചന്തത്തുകല്ല സലഫിയത്തിന്റെ പേര് തന്നിര എന്തായെങ്കിൽ ഇനി ആ റൂട്ടിൽ നിന്ന് ശൈത്താൻ ഞങ്ങളെ 100% തപ്പാട്ടാ മനസ്സിലാക്കുന്ന സൂറത്തുൽ ഫാത്തിഹ വക്രതയുള്ള തെറും കറക്റ്റായിട്ടുള്ള തെറും ഈ ശൈത്താന്റെ പണി എന്തരിച്ചെന്ന് ഞങ്ങളെ റൂട്ട് തപ്പാട്ടത്. അതുകൊണ്ട് ശൈത്താൻ ഞങ്ങളെ പല രൂപത്തിൽ തപ്പാട്ടും. അതിൽ ഒന്ന് എല്ലാം ഞങ്ങളൊട്ടിಗೆ കേക്ക് പാട്ടി
എല്ലാ ബിദഅത്തിന്റെ ആൾമാരും എല്ലാ ദലാലത്തിന്റെ ആൾമാരും എന്തെല്ലാം കിട്ട് മ്യൂസിക്കിൽ നിന്ന് നോക്കില്ല. ചില ആൾമാർ സലഫി ചൊന്തു നടക്കുന്നಂತ ആൾമാർ പോലും മ്യൂസിക്കിന്റെ വീഡിയോ എല്ലാം കടത്തി ഇത്ര നോക്കുർത്തില്ല എന്തിനും തെക്സ്പണ നക്കടുത്തണ്ട ഉടല്ല ഉടാർ കടത്തില്ല പർത്തിൽ ചൊല്ലു അങ്ങനെ കടത്തണ്ട പോവാ. മ്യൂസിക് ഹറാമല്ലേ, അതിലെന്തുണ്ട് നമുക്ക് കേൾക്കും. അവൻ എന്ത് നല്ലത് ചൊല്ലട്ടോ, അവൻ ഇട്ട് തന്നത് മ്യൂസിക് അല്ലേ. ഇനി മ്യൂസിക് ഇട്ട ആൾ നിന്ത് എന്തിനാ നമുക്ക് നല്ലതല്ലേ കേൾക്കും. മ്യൂസിക് കണ്ടെത്ത ആവശ്യമില്ല നിങ്ങൾക്ക്. അത് ഹലാലും ഹറാമും ഒട്ടിಗೆ അതിൽ നിന്നതാണ് ഹലാൽ എടുക്കുക നടക്കുക. കേട്ടുള്ളത് ഹറാമല്ലേ. അപ്പൊ അതുകൊണ്ട് സൂക്ഷിക്കോ. ശൈത്താൻ അങ്ങനെ നല്ല രൂപത്തിൽ തീർത്തപ്പാട് അതിലൊന്നേക്ക് ഞാൻ ചൊല്ലുകൾ ഉദ്ദേശിച്ചത് ഏത്തീസം, അഗ്നോസ്റ്റിക് ഇങ്ങനത്തെ ഈ നിരീശ്വരവാദിമാർ പലതും ഉണ്ടാക്കിയിട്ടുള്ള കടത്തറാണ്. തശ്വീഷ് ഉണ്ടാകും. ഞങ്ങളെ ഇൽമു മനസ്സിലാക്കണം. നാണ് വലിയ പഠിച്ചതില്ല വലിയ അലിമെന്തമല്ല ഇല്ല അല്ലാമെന്തല്ല. ഞങ്ങൾ ആറും അല്ല, ഞങ്ങൾ എല്ലാവരും സാധാ വ്യക്തിമാർ. നാണും നിങ്ങൾ എല്ലാവരും. അപ്പൊ ഞങ്ങളെ ഇൽമിനനുസരിച്ച് ഞങ്ങൾക്ക് വേന്മായത് കേൾക്കും. എല്ലാം ഞാൻ കേട്ട് നോക്കറ ഇന്ദ്ര അവർ നോക്കാം. അങ്ങനെ ആക്ക പോണ്ട. ചിലപ്പോ ഞങ്ങളുടെ ഈമാനിൽ പ്രോബ്ലം ഉണ്ടാവും. ചിലപ്പോ ഞങ്ങൾ അതിൽ ചിലപ്പോ തപ്പി തമ്മിലെടുത്തു പോകും. ചുമ്മാൽമാർ ആക്കിയങ്ങുള്ള കാരണം ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു മുസ്ഹഫില് 112 സൂറത്തിന്ത് 2 സൂറത്രയിൽ വലിച്ചെറിഞ്ഞു തിന്ത്. അപ്പൊ ഒരു കാലത്ത് ഖുർആനിൽ 112 ഇത്ത് പിന്നെ 2 എക്സ്ട്രാ ആഡ് ആക്കി തുല്ലേ ഒരു വസ്വാസും അങ്ങനത്തെ ഫിത്ന വസാദ് ബർബത്ക്ക് പ്രത്യേകമായി മനസ്സിലാക്കും. ഖുർആന്റെ ടോട്ടൽ ആയത്ര വിഷയത്തിൽ 6636 ആയത്തെ സംശയമില്ല. ചില ആൾമാർ പറഞ്ഞുള്ളവർ അല്ല ഇന്ന കിതാബിലുണ്ട്, ചില യാറുണ്ട് ചൊന്നു. അതെങ്ങനെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാ ഇല്ല. ഇപ്പൊ ഉസ്താദിനോട് ഇങ്ങനെ ബന്ധിക്കും. സൂറത്തില് ഞങ്ങൾ എണ്ണി നോക്കുമ്പോ കിട്ടുന്ന ആയത്ത് ലെറ്റേഴ്സ്. അപ്പൊ ചില ആൾമാർ ചൊല്ലു ആയത്ത് 5 ഉണ്ട്. ഇങ്ങനെ സൂറത്തിൽ ഖുർആനിൽ നോക്കുമ്പോ കണ്ടത് 4 ആയത്തുള്ളത്. സത്യത്തിൽ ഇന്ന കിതാബിൽ 5 ആയത്തും. എങ്ങനെ ലം യലിദ് ഒരായത്താക്കിത്ത്, വലം യൂലദ് ഒരായത്താക്കിത്ത്. അപ്പൊ ഒരായത്തിനെതിരെ 2 ആക്കിയപ്പോൾ വ്യക്തി 5 ആയത്ത്. അപ്പൊ ഇങ്ങനെ ഇച്ചിക്കറ പ്രോബ്ലം ഉണ്ട്. ഞങ്ങൾ വിചാരിച്ചു അങ്ങനെ ചില ആൾമാർ ഉലമാക്കന്മാരെ ബന്ധത്തിൽ മുസ്താദ്മാര് ടച്ചിലിക്കാത്ത കാരണം ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായിട്ട് കാഫിറായിട്ട് ചത്തുപോണ്ടെങ്കിൽ സാഹചര്യം ഉണ്ടാവും. അള്ളാഹു ഞങ്ങളെ ഈമാനോട് കൂടി രക്ഷപ്പെടുത്തും. ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് മരിക്കൂല തൗഫീഖും അല്ലാഹു തആല. അപ്പൊ അതുകൊണ്ട് ഇത് പ്രത്യേകമായിട്ടും മനസ്സിലാക്കണ വിഷയത്തിക്കറ് ഉദ്ദേശിച്ചിട്ടുള്ള ഇതല്ല ഇന്നത്തെ ക്ലാസ്. അവിടെ അപ്പൊ ഇത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കണം. നാലത്തെ ക്ലാസ്സിൽ പിന്നെ സൂറത്തുൽ നാസ്, ഫസ്റ്റ് സൂറത്തുൽ നാസും സൂറത്തുൽ ഫലക്കിലെ മഹത്വം, ആ 2 സൂറത്ത് ഇപ്പുള്ള ഓത് പ്രത്യേകമായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടിയതാണ്. അത് എത്ര പെട്ട് ഓതര സൂറത്തില് അതിലൊന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ 2 സൂറത്തിലും ഒട്ടിಗೆ അതിലെ മഹത്വം മനസ്സിലാക്കിയിട്ട് പിന്നെ സൂറത്തുൽ നാസ് എത്തിക്കറങ്ങ തുടങ്ങരുത്. അതിൽ ചൊമ്മ വിഷയിപ്പിക്കണം. എത്ര ഷോർട്ട് ആക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ആ സൂറത്തിനാണ് ഇത് വിവരിക്കും. അതിലെ ഞങ്ങൾ ഒട്ടിಗೆ മനസ്സിലാക്കൂല്ലേ ഒരു പ്രയത്നിക്ക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ തൗഫീഖ് തന്നനുഗ്രഹിക്കട്ടെ. കൂടെ കൂടിയതുപോലെ അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബത്തൊട്ടിಗೆ കൂടുകയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കുകയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ജീവനതായ എല്ലാ ചെരിമ്പിലെ തപ്പുരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായി നമുക്ക് പുറത്ത് മാഫാക്കി തരട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലും ചങ്ങായിമാർക്കും സഹോദരന്മാർക്കും അബ്ബാവും പല ആൾമാരും പല രോഗത്തിലായി തിക്രാർ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ആജിലായിട്ട് ശിഫ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളുടെ ചങ്ങായിമാരും ഞങ്ങളുടെ കുടുംബത്തിലും ഞങ്ങളുടെ നിരക്ക് ഞങ്ങളുടെ സഹോദരന്മാരും ഞങ്ങളുടെ അബ്ബാവുമ്മലും പല ആൾമാരും വഫാത്തായിട്ട് പോയിരാർ. അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെല്ലാവരും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒട്ടിಗೆ കൂടുകയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്ന സന്ദർഭത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സത്തുൽ കലിമത്ത് ഷഹാദത്ത് ഉച്ചരിച്ച് മരിക്കുകയുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും തന്ന് അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദ്. സുബ്ഹാനക അല്ലാഹുമ്മ وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.